1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ആപ്തവാക്യം. എന്നാൽ ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുകയും മാസങ്ങളോളം ജയിലിൽ കിടക്കുകയും ചെയ്ത നിരവധി മനുഷ്യരുടെ ദുരിത കഥകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സമൂഹത്തിൽ കണ്ടുവരുന്ന ചില തെറ്റായ പ്രവണതകളുണ്ട്. ഒരാളോടുള്ള വ്യക്തിവിരോധം തീർക്കാൻ വ്യാജ പോക്സോ കേസിൽ കൊടുക്കുന്ന സംഭവങ്ങൾ, അങ്ങനെയുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ കരളലിയിപ്പിക്കുന്നതാണ്. കേസും അറസ്റ്റും ജയിൽവാസവും മാത്രമല്ല, അതിൻ്റെ പേരിലുള്ള വേട്ടയാടലുകളും ഒറ്റപ്പെടുത്തലും ഒരു മനുഷ്യനെ തന്നെ ഇല്ലാതാക്കാം. കാസർഗോഡ് വ്യാജ പോക്സോ കേസിൽ 60 ദിവസത്തോളം ജയിലിൽ കിടന്ന അധ്യാപകനായ ഗണേഷിൻ്റെയും ഇടുക്കിയിൽ ഭാര്യ നൽകിയ പോക്സോ പരാതിയിൽ കുറേ വേട്ടയാടപ്പെട്ട യുവാവിൻ്റെയും കഥകൾ കണ്ണീരണിയിക്കുന്നതാണ്. ഒരാളുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിൽ പോക്സോ കേസുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുകയാണോ? നമ്മുടെ നിയമത്തിൻ്റെയും നിയമ സംവിധാനങ്ങളുടെയും വീഴ്ചകളാണോ ഈ തെറ്റായ പ്രവണതയ്ക്ക് കാരണം? ഇതോടൊപ്പം ആലപ്പുഴ മാന്നാറിൽ 11ഉം 7ഉം വയസ്സുള്ള മക്കൾക്ക് വിഷം നൽകിയ ശേഷം ജീവനൊടുക്കിയ അച്ഛനെക്കുറിച്ചും കേട്ടു. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ചെറിയ പ്രായത്തിൽ അച്ഛനോടൊപ്പം കാറിലും സ്കൂട്ടറിലും യാത്ര പോകുന്നത് കുട്ടികൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണല്ലേ. പുറത്തു പോകുമ്പോൾ കുറേ നല്ല കാഴ്ചകൾ കാണാം. അച്ഛൻ മിഠായിയോ പലഹാരങ്ങളോ ഒക്കെ വാങ്ങിക്കൊടുക്കും. ആലപ്പുഴ മാന്നാറിൻ്റെ 6ാം ക്ലാസ്സുകാരി ശിവഗംഗയും അവളുടെ കുഞ്ഞനിയത്തി ശിവകീർത്തനയും സ്കൂളിൽ നിന്ന് അച്ഛൻ്റെ ഒപ്പം കാറിലാണ് വീട്ടിലേക്ക് പോകുന്നത്. പതിവ് പോലെ അച്ഛൻ ജ്യൂസും പലഹാരവും വാങ്ങി നൽകി. എന്നാൽ ആ ജ്യൂസിൽ വിഷമാണെന്നറിയാതെ കുട്ടികൾ 2 പേരും അത് കുടിച്ചു. മക്കൾ മരണവെപ്രാളത്തിൽ പിടയുന്നത് കണ്ട അച്ഛൻ മനോജ് സ്വയം വിഷം കഴിച്ച് ജീവനൊടുക്കി. 11ഉം 7ഉം വയസ്സുള്ള 2 കുരുന്നുകളും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാമ്പത്തിക ബാധ്യതയാണ് മനോജിനെ ഈ കടുകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് സംശയം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാന്നാർ എരമത്തൂരിലാണ് സംഭവം. കാറിൽ അബോധാവസ്ഥയിൽ മനോജിനെയും കുട്ടികളെയും കണ്ടെത്തുകയായിരുന്നു. പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മനോജ് മരിച്ചു. 6ാം ക്ലാസ്സുകാരിയായ മൂത്ത കുട്ടിയുടെ നില ഗുരുതരമാണെന്ന് പോലീസ് അറിയിച്ചു. 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഇളയക്കുട്ടി അപകടനില തരണം ചെയ്തിട്ടുണ്ട്. മനോജിന് 3 പെൺകുട്ടികളാണുള്ളത്. മാന്നാർ പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. സംഭവം നടക്കുമ്പോൾ ഭാര്യയും ഇളയക്കുട്ടിയും വീട്ടിലുണ്ടായിരുന്നു. വിഷമാണെന്നറിയാതെയാണ് കുട്ടികൾ ജ്യൂസ് കുടിച്ചത്. വൈകിട്ട് 3:30യോടെയാണ് അവരെ വിളിക്കാനായി മനോജ് സ്കൂളിലേക്ക് കാറിൽ പോയത്. ടിപ്പർ ലോറിയിൽ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചു നൽകുന്ന ജോലിയായിരുന്നു മനോജ് ചെയ്തു വന്നത്. വാഹനം സ്വന്തമാണ്. ബിസിനസ്സിലുണ്ടായ പ്രശ്നങ്ങളാണോ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളും കണ്ട് മുറിവേറ്റു വളരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഒരിക്കൽ പോലും സ്നേഹം അനുഭവിക്കാത്തവർ. നമ്മുടെ വീടുകളിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അവിടെ ഇരകളാകപ്പെടുന്നത് കുട്ടികൾ തന്നെയായിരിക്കും. പെരുമ്പാവൂർ കീഴിലെത്തി 2ാം ക്ലാസ്സുകാരനായ കുരുന്ന് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ചോരയിൽ കുളിച്ച് ചലനമറ്റ് കിടക്കുന്ന അമ്മ. അവൻ്റെ നിലവിളി ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറംലോകമറിഞ്ഞത്. കീഴിലം പണിക്കരമ്പല സ്വദേശി ജിനിമോളെ കൊലപ്പെടുത്തിയത് ഒപ്പം താമസിച്ചിരുന്ന കോതമംഗലം സ്വദേശി ലൈജുവാണ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട ലൈജുവിനെ വാഹനാപകടത്തിൽ പരിക്കേറ്റ നിലയിലും കണ്ടെത്തി. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങളാണ് സംഭവത്തിന് കാരണമെന്നാണ് നിഗമനം. കീഴിലം ഷാപ്പംപടിയിലെ പെട്രോൾ പമ്പിന് സമീപം ഹോട്ടൽ നടത്തിവരികയായിരുന്നു ജിബിമോളും ലൈജുവും. ഹോട്ടലിന് പിന്നിലെ മുറിയിലാണ് ഇവർ 7 വയസ്സുള്ള മകനൊപ്പം താമസിച്ചത്. ഹോട്ടൽ ജോലിക്കിടെ ഇരുവരും പിന്നിലെ മുറിയിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന്
മകൻ ചെന്ന് നോക്കിയപ്പോഴാണ് ജിബി വീടിനുള്ളിൽ ചലനമറ്റ് കിടക്കുന്നത് കണ്ടത്. ഇതിനിടെ ലൈജു ബൈക്കുമായി പുറത്തേക്ക് പോയി. ജിബിയെ ഹോട്ടലിലെ ജീവനക്കാരും സമീപവാസികളും ചേർന്ന് പേഴക്കാപ്പിള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കഴുത്തിൽ ടേപ്പ് ഉപയോഗിച്ച് മുറുക്കിയ നിലയിലാണ്. കയ്യിലും തലയിലും പരിക്കേറ്റ അടയാളങ്ങളുണ്ട്. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. പിന്നീട് ഉച്ചയോടെ പെരുമ്പാവൂർ പട്ടാൾ ഭാഗത്ത് KSRTC ബസ്സിടിച്ച് പരിക്കേറ്റ നിലയിൽ ലൈജുവിനെ കണ്ടെത്തുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ലൈജുവിനെ ആദ്യം പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇരുവരും നേരത്തെ വേറെ വിവാഹം കഴിച്ച ശേഷം ബന്ധം വേർപെടുത്തിയവരാണെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യ ഭാര്യയ്ക്ക് ജീവനാംശം നൽകാത്തതിനെ തുടർന്ന് ലൈജു ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ജിബി വിവാഹബന്ധം വേർപെടുത്തിയ ശേഷമാണ് ലൈജുവുമായി അടുപ്പത്തിലായത്. കോതമംഗലത്ത് പച്ചക്കറി വ്യാപാരം നടത്തിയിരുന്ന ലൈജു പിന്നീട് ജിബിയെയും കൂട്ടി കീഴിലത്തേക്ക് താമസം മാറി. 10 വർഷത്തോളമായി ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിലും ഇവർ നിയമപരമായി വിവാഹിതരല്ലെന്നാണ് വിവരം. ആദ്യ ബന്ധത്തിൽ ലൈജുവിന് 2 മക്കളും ജിബിക്ക് ഒരു മകളുമുണ്ട്. സംഭവത്തിൽ കുറുപ്പംപടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പെരുമ്പാവൂർ. ഇക്കാലത്ത് തെറ്റിനെതിരെ പ്രതികരിക്കാൻ പോകുന്നവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. കുറേ ശത്രുക്കളെ നേടാം, പിന്നെ വ്യാജ പരാതിയും കേസുമൊക്കെയായി കുറേ നാൾ കോടതി കയറിയിറങ്ങേണ്ട ഗതികേട്. കാസർഗോഡ് സ്കൂളിലെ സാമ്പത്തിക തിരിമറി തുറന്നുകാട്ടിയ പ്രധാന അധ്യാപകന്റെ കഥ സങ്കടപ്പെടുത്തുന്നതാണ്. ഫണ്ട് അഴിമതിയെക്കുറിച്ച് ശബ്ദമുയർത്തിയതിൻ്റെ പകയിൽ സ്കൂളിലെ 3 കുട്ടികളെ കൊണ്ട് ചിലർ വ്യാജ പീഡന പരാതി കൊടുപ്പിച്ചു. പിന്നെ 60 ദിവസത്തോളം ജയിൽവാസം. അതോടെ ജോലിയും നഷ്ടം. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം നാട്ടുകാരുടെ വക പരിഹാസവും ഒറ്റപ്പെടുത്തലും. എന്നാൽ നീതിദേവത ഗണേശൻ എന്ന അധ്യാപകന്റെ കണ്ണീര് കണ്ടു. ഒടുവിൽ നിരപരാധിത്വം തെളിഞ്ഞു. 3 വർഷങ്ങൾക്ക് ശേഷമാണ് തെക്കിൽ സ്വദേശി ഗണേശനെ ഹോസ്ദുർഗ് പോക്സോ കോടതി കുറ്റവിമുക്തനാക്കിയത്. പോക്സോ കേസിൽ അറസ്റ്റിലായ അധ്യാപകനെ 3 വർഷങ്ങൾക്ക് ശേഷം കോടതി കുറ്റവിമുക്തനാക്കി. തെക്കിൽ സ്വദേശി ഗണേശനെയാണ് ഹോസ്ദുർഗ് പോക്സോ കോടതി വെറുതെ വിട്ടത്. വിധി പ്രസ്താവിച്ചതിനൊപ്പം കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു. പോലീസ് ശരിയായി അന്വേഷിക്കാതെ രജിസ്റ്റർ ചെയ്ത കേസാണിതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പരവനടക്കം മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു ഗണേശൻ. 3 കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു ഗണേശനെതിരായ കേസ്. സ്കൂളിലെ ഫണ്ടിൽ അഴിമതിയുണ്ടെന്ന് ഗണേശൻ പരാതി നൽകിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ കുട്ടികളെ ഉപയോഗിച്ച് കെട്ടിച്ചമച്ച കേസാണിതെന്നാണ് ഗണേശൻ ആരോപിക്കുന്നത്. കേസിൽ 60 ദിവസമാണ് ഗണേശൻ ജയിലിൽ കിടന്നത്. കേസിൽ അകപ്പെട്ടതിന് പിന്നാലെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയതായി ഗണേശൻ പറയുന്നു. ഒടുവിൽ നീതി ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് ഇദ്ദേഹം. ന്യൂസ് 18 കാസർഗോഡ്. ഒരാളുടെ ജീവിതം നശിപ്പിക്കാനും പ്രതികാരം വീട്ടാനും ഇക്കാലത്ത് എന്തും നെറുകേടും കാട്ടുന്നവരുണ്ട്. അത് കാമുകനാണേലും ഭർത്താവാണേലും ഏറ്റവും പ്രിയപ്പെട്ടവരാണേലും പക വീട്ടാൻ വ്യാജ ആരോപണവും പരാതിയും നൽകാൻ ചിലർക്ക് മടിയില്ല. പ്രത്യേകിച്ചൊരു പോക്സോ കേസാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇടുക്കി ആനവിലാസത്ത് ഭാര്യ നൽകിയ പോക്സോ കേസിൽ യുവാവ് നേരിട്ടത് കൊടിയ പീഡനങ്ങളാണ്. ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്നാണ് യുവതി തനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് വിവാഹം നടത്തിയതെന്ന് പരാതി നൽകിയത്. അങ്ങനെ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്ത് അയാളെ അറസ്റ്റും ചെയ്തു. കേസ് കോടതിയിലെത്തിയപ്പോൾ യുവതി നൽകിയത് വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞു. ഒടുവിൽ ഭർത്താവിനെ വെറുതെ വിട്ടു. കേസിൽ കട്ടപ്പന ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്.
4 വർഷത്തിനു ശേഷമാണ് ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകിയത്. തനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് യുവാവിനൊപ്പം താമസം തുടങ്ങിയതെന്നും അതിനാൽ ശാരീരിക ബന്ധം പോക്സോ നിയമപ്രകാരം ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരുമെന്നുമായിരുന്നു യുവതിയുടെ വാദം. എന്നാൽ യുവാവിനൊപ്പം പോകുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ യുവതിക്ക് 18 വയസ്സ് പൂർത്തിയായതായി തെളിയിക്കുന്ന ജനനരേഖകൾ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. തമിഴ്നാട് ഉത്തമപാളയം മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള രേഖകളും ഉദ്യോഗസ്ഥരുടെ മൊഴിയും യുവാവിന് അനുകൂലമായി. യുവാവിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് യുവതിയുടെ ബന്ധുക്കൾക്കെതിരെ നിലവിലുള്ള മറ്റൊരു കേസ് പിൻവലിക്കാത്തതിലുള്ള വൈരാഗ്യമാണ് പോക്സോ പരാതിക്ക് പിന്നിലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി. ന്യൂസ് 18 ഇടുക്കി. മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരം തെന്നിന്ത്യൻ സിനിമയിൽ വിസ്മയം തീർത്ത ചലച്ചിത്രകാരനാണ്. എന്നാൽ ആ ചിത്രത്തിന് പിന്നാലെ ഉണ്ടായ പല വിവാദങ്ങളും അയാളുടെ താരത്തിളക്കത്തിന് മങ്ങലേൽപ്പിച്ചു. മഞ്ഞുമൽ ബോയ്സിന്റെ വിജയത്തിന് ശേഷം ഉയർന്നു വന്ന ലൈംഗിക ആരോപണം. ഇപ്പോൾ ചിദംബരത്തിനെതിരെ പുതിയൊരു കേസ് കൂടി. മലയാളത്തിലെ ഒരു യുവനടി നൽകിയ പരാതിയിൽ പോലീസ് സംവിധായകനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. 2022 ഫ്ളാറ്റിൽ അതിക്രമിച്ച് കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. എന്നാൽ പരാതി നൽകാൻ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയതെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. എറണാകുളം ഇളംകുളത്തുള്ള തന്റെ ഫ്ളാറ്റിലേക്ക് ചിദംബരം അതിക്രമിച്ചു കയറി ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചു എന്നാണ് നടിയുടെ പരാതി. 2022 പരാതിക്ക് അടിസ്ഥാനമായ സംഭവം. കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നടി നൽകിയ പരാതിയാണ് എറണാകുളം സൗത്ത് പോലീസിന് കൈമാറുന്നത്. പരാതിയിൽ പോലീസ് കേസെടുത്തു. ഭാരതീയ ന്യായ സംഹിതയിലെ 74, 75 വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ചിദംബരത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നാല് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം ഇപ്പോൾ പരാതി നൽകുന്നത് എന്തിനെന്ന് നടി വ്യക്തമാക്കിയിട്ടില്ല. നടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ചിദംബരത്തെയും പോലീസ് ചോദ്യം ചെയ്യും. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട്. സംഭവത്തിൽ ആരെങ്കിലും ദൃക്സാക്ഷികൾ ഉണ്ടോയെന്ന് നടിയുടെ മൊഴിയെടുപ്പിൽ വ്യക്തമാകും. അതേസമയം സംവിധായകൻ ചിദംബരത്തിനെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നിരുന്നു. തന്റെ ആദ്യ ചിത്രമായ ജാനെ മന്നിൽ അഭിനയിച്ച നടിയായിരുന്നു അന്ന് പരാതി നൽകിയത്. ന്യൂസ് 18 കൊച്ചി. പെരുമ്പാവൂരിലും സമീപ പ്രദേശങ്ങളിലും എത്തിയാൽ രാത്രിയിൽ മാത്രമല്ല പകൽ സമയം പോലും ഭീതിപ്പെടുത്തുന്ന കാഴ്ചകൾ കാണാം. ക്രിമിനലുകളായ ഇതര സംസ്ഥാനക്കാരെ കൊണ്ട് നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുന്നു. പരസ്യമായ മദ്യപാനവും ലഹരി ഇടപാടും അനാശാസ്യവും. അതിൻ്റെ പേരിൽ കൊല്ലും കൊലയും അരങ്ങേറുന്ന നാട്. പെരുമ്പാവൂരിന് സമീപം കുറുപ്പമ്പടിയിൽ മദ്യപാനത്തിനിടെയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തിയത്. ബംഗാൾ സ്വദേശി പ്രഭാത് ചന്ദ്രയെ കൊലപ്പെടുത്തിയ കേസിൽ അസം സ്വദേശികളായ 2 പേരെ കുറുപ്പമ്പടി പോലീസ് അറസ്റ്റ് ചെയ്തു. കുറുപ്പമ്പടി കോട്ടച്ചിറയ്ക്ക് സമീപം പ്ലൈവുഡ് ഫാക്ടറി തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് 2 പേർ അറസ്റ്റിലായത്. പശ്ചിമ ബംഗാൾ സ്വദേശി പ്രഭാത് ചന്ദ്രയെ കൊലപ്പെടുത്തിയ കേസിൽ അസം സ്വദേശികളായ ബബുൽ, പ്രജ്വൽ എന്നിവരെയാണ് കുറുപ്പമ്പടി പോലീസ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ 28-ാം തീയതി ഇവർ 3 പേരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയും പരസ്പരം വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടാവുകയുമായിരുന്നു. ഇതേ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് പ്രതികൾ പ്രഭാതചന്ദ്രയെ ഉപദ്രവിക്കാൻ കാരണം. ഞായറാഴ്ച രാവിലെയും പ്രതികൾ ഇയാളെ മർദ്ദിച്ചു. പിന്നീട് ഞായറാഴ്ച വൈകിട്ട് ഇവർ തമ്മിൽ അടിപിടി നടക്കുന്നുവെന്ന വിവരം നാട്ടുകാരാണ് പോലീസിനെ അറിയിച്ചത്. പോലീസ് എത്തുമ്പോഴേക്കും പ്രഭാത് ചന്ദ്ര കൊല്ലപ്പെട്ടിരുന്നു. തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് നിഗമനം. പ്രതികൾ 2 പേരും ചേർന്ന് ചവിട്ടിയും കല്ലുകൊണ്ടിടിച്ചും ദേഹോപദ്രവം ഏൽപ്പിച്ചാണ് കൊലപ്പെടുത്തിയത്.
പ്ലൈവുഡ് കമ്പനിയിലെ തൊഴിലാളികളായ പ്രതികൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു. മരിച്ചയാളുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രതികളെ പെരുമ്പാവൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പെരുമ്പാവൂർ. മിണ്ടാപ്രാണികളോട് ക്രൂരത കാട്ടുന്ന മനസാക്ഷിയില്ലാത്ത ചില മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ സഹജീവി സ്നേഹമുള്ളവർ ഇത്തരം പ്രവൃത്തികളെ ചോദ്യം ചെയ്യും. കൊല്ലം ഇരവിപുരത്ത് ഗർഭിണിയായ കുതിരയെ ആക്രമിച്ച കേസിൽ സാക്ഷി പറഞ്ഞ 19-കാരന് നേരിടേണ്ടി വന്നത് ക്രൂര പീഡനമാണ്. യുവാവിനെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച കേസിൽ 4 പേരെ ഇരവിപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ യുവാവിൻ്റെ പരാതിയെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ മാസം 28-ന് കൊല്ലം പട്ടത്താനം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം കണ്ടു മടങ്ങുകയായിരുന്ന 19-കാരൻ രജനിയാണ് പ്രതികൾ ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ടുപോയത്. തുടർന്ന് ഇയാളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിനിടെ നീ പോലീസിന്റെ അടി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് യുവാവിന്റെ 2 കാലുകളും അടിച്ചു പൊട്ടിച്ചതായി പരാതിയിൽ പറയുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രജനിയുടെ പരാതിയെ തുടർന്നാണ് ഇരവിപുരം പോലീസ് കേസെടുത്ത് പ്രതികളെ പിടികൂടിയത്. കൊല്ലം സ്വദേശികളായ ബിബിൻ, അല്ലു, പ്രശാന്ത്, അഭിരാജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: 2 വർഷം മുമ്പ് കൊല്ലം ആയത്തിൽ തെക്കേക്കാവ് ക്ഷേത്രത്തിന് സമീപം ഗർഭിണിയായ കുതിരയെ മർദ്ദിച്ച സംഭവം വലിയ വിവാദമായിരുന്നു. ആ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പും പോലീസും കേസെടുക്കുകയും ഉണ്ടായി. ഈ കേസിൽ സാക്ഷി പറഞ്ഞതിനാണ് റജിനെ പ്രതികൾ ആക്രമിച്ചത്. പിടിയിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. സംരക്ഷിത ജീവി ഇനത്തിൽപ്പെടുന്ന മുള്ളൻ പന്നിയെ തല്ലിക്കൊന്ന കേസിൽ പ്രതിയായ തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിയെ എന്തുകൊണ്ടാണ് പോലീസ് ഇതുവരെ പിടികൂടാത്തത്? പ്രതി ഒളിവിലെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിശദീകരണം. ശനിയാഴ്ച വനവകുപ്പ് കേസെടുത്തതിന് പിന്നാലെ ശശിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. മുള്ളൻ പന്നി ചത്തത് തലക്കേറ്റ ക്ഷതം മൂലമാണെന്നും ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചുള്ള അടിയിലാണ് തല പൊട്ടിയതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം മുള്ളൻ പന്നി ചത്തോ എന്ന് നോക്കിയതാണെന്നായിരുന്നു സംഭവ ദിവസത്തെ ശശിയുടെ പ്രതികരണം. വെള്ളനാട് പഞ്ചായത്തിലെ ഒരു വീട്ടിൽ ശനിയാഴ്ചയാണ് മുള്ളംപന്നി കയറിയത്. വീട്ടുകാരും പരിസരവാസികളും വനംവകുപ്പിനെ വിവരം അറിയിച്ചിരുന്നു. എന്നാൽ സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ വെള്ളനാട് ശശി വനംവകുപ്പിനെ വെല്ലുവിളിച്ച് മുള്ളൻ പന്നിയെ തലക്കടിച്ചു കൊല്ലുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴേക്കും ശശി സ്ഥലം വിട്ടിരുന്നു. മുള്ളംപന്നിയെ കൊന്നിട്ടില്ലെന്നും ചത്തിട്ടുണ്ടോ എന്ന് നോക്കിയതാണെന്നുമായിരുന്നു വെള്ളനാട് ശശിയുടെ വാദം. പരുത്തിപ്പള്ളി വനംവകുപ്പ് കേസെടുത്തതിന് പിന്നാലെയാണ് ശശി ഒളിവിൽ പോയത്. മുള്ളൻ പന്നി ചത്തത് തലക്കേറ്റ ക്ഷതം മൂലമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തല പൊട്ടിപ്പിളർന്ന അവസ്ഥയിലായിരുന്നു. ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചുള്ള അടിയിലാണ് തല പൊട്ടിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വെള്ളനാട് ശശിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പഞ്ചായത്ത് ഓഫീസിലും ഉദ്യോഗസ്ഥർ അന്വേഷിച്ചെത്തിയിരുന്നു. അന്നു മുതൽ പങ്കെടുക്കേണ്ട പരിപാടികളിലും വെള്ളനാട് ശശി എത്തിയിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് അധികൃതർ അറിയിച്ചു. ശശിക്കായുള്ള അന്വേഷണം വനംവകുപ്പ് ഊർജിതമാക്കിയിരിക്കുകയാണ്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 1 ഉൾപ്പെടുന്ന സംരക്ഷിത ജീവിയാണ് മുള്ളൻ പന്നി. അതിനെ കൊല്ലുന്നത് 7 വർഷം വരെ തടവും 25,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. നേരത്തെയും വിവാദങ്ങളിലും കേസുകളിലും പെട്ടിട്ടുള്ളയാളാണ് വെള്ളനാട് ശശി. മുമ്പ് കോൺഗ്രസിലായിരുന്ന ശശി അടുത്ത കാലത്താണ് CPM-ൽ ചേർന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയുടെ അഭിഭാഷക 10 ദിവസത്തിൽ താഴെ മാത്രമാണ് കോടതിയിൽ ഹാജരായത്.
ഹാജരായ ദിവസങ്ങളിൽ തന്നെ പലപ്പോഴും കോടതിയിലിരുന്ന് ഉറങ്ങുകയായിരുന്നു. വിചാരണ കോടതി ജഡ്ജിയായിരുന്ന ഹണിയം വർഗീസ് പേര് പറയാതെയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. സംഭവത്തിൽ ഹണിയം വർഗീസിനെതിരെ കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകുകയാണ് അഡ്വക്കേറ്റ് ടി വി മണി. ഇതിനു മുന്നോടിയായി അഡ്വക്കേറ്റ് ജനറലിന് മിനി അപേക്ഷ നൽകി. ജഡ്ജി ഹണിയം വർഗീസിനെതിരെ ഭരണതലത്തിൽ നടപടി ആവശ്യപ്പെട്ട് നേരത്തെ അവർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ കോടതിയലക്ഷ്യ ഹർജിക്ക് അനുമതി തേടിയാണ് നടിയുടെ അഭിഭാഷകയായിരുന്ന അഡ്വക്കേറ്റ് ടി ബി മിനി അഡ്വക്കേറ്റ് ജനറലിന് അപേക്ഷ നൽകിയത്. കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കവേ തന്നെ അപമാനിക്കുന്ന തരത്തിൽ ജഡ്ജി പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ചാണ് നീക്കം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ടി ബി മിനി 10 ദിവസത്തിൽ താഴെ മാത്രമാണ് കോടതിയിൽ ഹാജരായത്. ഹാജരായ ദിവസങ്ങളിൽ തന്നെ പലപ്പോഴും കോടതിയിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ജസ്റ്റിസ് ഹണിയം വർഗീസ് ഉന്നയിച്ചത്. അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളത്. പിന്നീട് കോടതി അത് കേട്ടില്ല, പരിഗണിച്ചില്ല എന്നാണ് പറയാറുള്ളതെന്നും കോടതി വിമർശിച്ചിരുന്നു. അഭിഭാഷകയായ തന്നെ അപമാനിക്കുന്നതാണ് ജഡ്ജിയുടെ പരാമർശങ്ങളെന്നാണ് ടി ബി മിനി ചൂണ്ടിക്കാട്ടിയത്. ജഡ്ജിയുടെ പരാമർശം വ്യക്തിപരമായും അഭിഭാഷക എന്ന നിലയിലും തന്നെ അപമാനിതയാക്കി. ഈ പരാമർശങ്ങൾ തനിക്ക് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കിയെന്നും അതുകൊണ്ടാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്നും ടി ബി മിനി വ്യക്തമാക്കി. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഇത് വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ടെന്നും അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞു. ആ സമയത്ത് താൻ മറ്റൊരു കേസിൽ ഹാജരായതിനാലാണ് കോടതിയിലെത്താതിരുന്നത്. അന്ന് ജൂനിയർ അഭിഭാഷകയെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് അയച്ചിരുന്നെന്നും ടി ബി മിനി പറയുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായിരുന്ന ഹണിയം വർഗീസിനെ നിലവിൽ ആലപ്പുഴ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായി സ്ഥലം മാറ്റിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തൃശൂർ പാവർട്ടിയിലും പെരുമ്പാവൂർ വാഴക്കുളത്തും വൻ കഞ്ചാവ് വേട്ട. വാഴക്കുളം കുന്നുവഴിയിൽ 32 കിലോ കഞ്ചാവുമായി 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂരിൽ ആയുർവേദ തൈലങ്ങളുടെ കച്ചവടത്തിന്റെ മറവിൽ വീട്ടിൽ ലഹരി കച്ചവടം നടത്തിയ യുവാവാണ് പിടിയിലായത്. പ്രതികൾക്ക് കഞ്ചാവ് ലഭിച്ച ഉറവിടവും ആവശ്യക്കാരെയും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാണ്. പെരുമ്പാവൂർ വാഴക്കുളം കുന്നുവഴിയിൽ 32 കിലോ കഞ്ചാവുമായി 3 പേരെയാണ് പെരുമ്പാവൂർ ASP ഹാർദിക് മീണയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡും പെരുമ്പാവൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. പശ്ചിമബംഗാൾ സ്വദേശികളായ മാസും ഷെയ്ഖ്, മിൻഹാജ്, ടുട്ടൂൾ ഷെയ്ഖ് എന്നിവരാണ് പിടിയിലായത്. പ്രതികളുടെ കൈവശമുണ്ടായിരുന്ന 4 ബാഗുകളിൽ 27 ചെറുപൊതികളിലാക്കി ഒളിപ്പിച്ച നിലയായിരുന്നു കഞ്ചാവ്. പശ്ചിമബംഗാളിൽ നിന്നും ട്രെയിൻ മാർഗം എത്തിച്ച കഞ്ചാവുമായി ഓട്ടോറിക്ഷയിൽ പെരുമ്പാവൂർ വഴി കാലടിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി കുന്നുവഴി പാലത്തിന് സമീപം വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ കഞ്ചാവ് കൊണ്ടുവന്നത്. വിപണിയിൽ 10 ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തത്. പ്രതികൾക്ക് കഞ്ചാവ് ലഭിച്ച ഉറവിടവും പെരുമ്പാവൂരിൽ ഇതിന്റെ ആവശ്യക്കാരെയും കുറിച്ച് അന്വേഷണം ഊർജിതമാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. തൃശൂരിൽ ആയുർവേദ തൈലങ്ങളുടെ കച്ചവടത്തിന്റെ മറവിൽ വീട്ടിലാണ് ലഹരി കച്ചവടം നടത്തിയിരുന്നത്. കേസിൽ പാവറട്ടി സ്വദേശി ലിജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ വീട്ടിൽ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും നടത്തിയ പരിശോധനയിൽ 21 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തു. ഇയാൾ മുല്ലശ്ശേരിയിൽ ആയുർവേദ മരുന്ന് ഫാർമസി നടത്തുന്നയാളാണ്. ന്യൂസ് 18 കൊച്ചി, തൃശൂർ. കാസർഗോഡ് ഉപ്പളയിൽ സിനിമയെപ്പോലും വെല്ലുന്ന രീതിയിൽ പട്ടാപ്പകൽ ലഹരി മാഫിയ വളഞ്ഞിട്ട് പിടികൂടി പോലീസ്. MDMA വിൽപ്പന നടക്കുന്നതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു
കാർ മിന്നൽ വേഗത്തിൽ വളഞ്ഞ് പോലീസിൻ്റെ പരിശോധന. കാറിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് നോട്ടുകളും സീറ്റിന് പിന്നിലെ പൗച്ചിൽ നിന്ന് MDMA കണ്ടെത്തി. 38 ഗ്രാം MDMA 2 പേരെ അറസ്റ്റും ചെയ്തു. കുമ്പള സ്വദേശി ഇബ്രാഹിം സുഹൈൽ, ബന്ദിയോട് സ്വദേശി മുഹമ്മദ് അനസുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. മഞ്ചേശ്വരം ഉപ്പളയിൽ 38.23 ഗ്രാം MDMA-യുമായാണ് 2 പേർ പിടിയിലായത്. കുമ്പള ചെറിയ സ്വദേശി ഇബ്രാഹിം സുഹൈൽ, ബന്ദിയോട് അടക്കയിലെ മുഹമ്മദ് അനസുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. MDMA-ക്ക് പുറമെ 1,62,500 രൂപയും മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും 2 മൊബൈൽ ഫോണുകളും പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു. മംഗൽപാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് സർക്കാർ ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് മയക്കുമരുന്ന് വിൽപ്പന സംഘത്തെ പോലീസ് സിനിമാ സ്റ്റൈലിൽ പിടികൂടിയത്. മംഗൽപാടി സർക്കാർ ആശുപത്രിക്ക് സമീപം സർവീസ് റോഡിൽ വെളുത്ത സ്വിഫ്റ്റ് കാറിൽ MDMA വിൽപ്പന നടക്കുന്നതായി മഞ്ചേശ്വരം സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് രാമചന്ദ്രന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന. കാർ മിന്നൽ വേഗതയിൽ വളഞ്ഞാണ് പോലീസ് പരിശോധിച്ചത്. കാറിന്റെ ഡാഷ്ബോർഡിൽ നിന്നും നോട്ടുകളും സീറ്റിന് പിന്നിലെ പൗച്ചിൽ സൂക്ഷിച്ചിരുന്ന സിപ്ലോക്ക് കവറുകളിലായി MDMA-യും കണ്ടെത്തി. പണം മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ലഭിച്ചതാണെന്ന് പ്രതികൾ സമ്മതിച്ചു. MDMA-യുടെ ഉറവിടം, വിതരണ ശൃംഖല, മറ്റ് പ്രതികളുടെ പങ്ക് എന്നിവ കണ്ടെത്തുന്നതിനായി അന്വേഷണം വ്യാപിപ്പിച്ചതായും പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. ഉന്നത രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അച്ഛനാണെങ്കിലും ഈ നാട്ടിൽ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടിട്ടുണ്ടെങ്കിൽ കണക്ക് പറയേണ്ടി വരും. സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസ് സമർപ്പിച്ച ജാമ്യഹർജികൾ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും കോടതി ജാമ്യം നിഷേധിച്ചു. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാർ ദ്വാരപാലക ശില്പ കേസിൽ സ്വാഭാവിക ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ പത്മകുമാറിന് ജയിൽ മോചനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. A. പത്മകുമാർ പ്രസിഡന്റായിരുന്ന ദേവസ്വം ബോർഡിൽ ഇടതു പ്രതിനിധിയായിരുന്നു KP ശങ്കരദാസ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും ശങ്കരദാസിന്റെ ജാമ്യഹർജികൾ കോടതി തള്ളി. നിലവിൽ ജാമ്യം അനുവദിക്കേണ്ട സാഹചര്യമില്ലെന്ന നിലപാടിലാണ് കോടതി. അതേസമയം A. പത്മകുമാർ ദ്വാരപാലക ശില്പ കേസിൽ സ്വാഭാവിക ജാമ്യഹർജിയുമായി കോടതിയെ സമീപിച്ചു. ജാമ്യഹർജി വിജിലൻസ് കോടതി പരിഗണിക്കും. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ മുമ്പ് കട്ടളപ്പാളി കേസിൽ പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരുന്നു. ദ്വാരപാലക ശില്പ കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചാൽ ഇദ്ദേഹം ജയിൽ മോചിതനാകും. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ ഇതുവരെ 7 പ്രതികൾ ജാമ്യം നേടി പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്വർണ്ണ വ്യാപാരി ബെല്ലാരിയിലെ ഗോവർദ്ധൻ സമർപ്പിച്ച ജാമ്യഹർജി വ്യാഴാഴ്ച കോടതി പരിഗണിക്കും. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിക്ക് ചെന്നൈയിൽ ചികിത്സയ്ക്ക് അനുമതി തേടി അഭിഭാഷകനും അപേക്ഷ നൽകിയിരുന്നു. പ്രോസിക്യൂഷന്റെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെച്ച ഈ അപേക്ഷയും അടുത്ത ദിവസം കോടതി പരിഗണിക്കും. ന്യൂസ് 18 കൊല്ലം. കേരളത്തിൽ നിന്നും നിരവധി യുവാക്കൾ പഠനത്തിനും ജോലിക്കുമായി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട്. മികച്ച ജോലിയും ആവശ്യത്തിന് പണവുമൊക്കെയായാൽ ജീവിതം അടിമുടി മാറും. വീട്ടുകാരുടെ ശ്രദ്ധയും കരുതലും ഇല്ലെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. സുഹൃത്തുക്കൾക്കൊപ്പമുള്ള യാത്രകളും ആഘോഷങ്ങളും ഒക്കെ പതിവാണ്. എന്നാൽ അവിടെ ചില അപകടങ്ങളും പതിയിരിക്കുന്നുണ്ടെന്ന് നമ്മുടെ പുതിയ തലമുറ മനസ്സിലാക്കാറുണ്ടോ? അയർലൻഡിൽ കഴിഞ്ഞ ദിവസം കാണാതായ മലയാളി യുവതിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. IT ജീവനക്കാരിയായ അശ്വതിയെ കടൽ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി.
എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത്? ബീച്ചിന് സമീപത്ത് നിന്ന് അശ്വതിയുടെ ലാപ്ടോപ്പും ബാഗും കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.